ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യം. മലയൻ, പുലയൻ, ചിറവൻ, പാണൻ തുടങ്ങി പല സമുദായക്കാരും പൊട്ടൻ തെയ്യത്തെ കെട്ടാറുണ്ട്. എല്ലാ തെയ്യങ്ങളുമായും ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന പുരാവൃത്തങ്ങൾ ഏതെങ്കിലും ഗ്രാമകഥയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറാൻ പോകുന്ന യാത്രയിൽ അലങ്കാരൻ എന്ന പുലയനുമായി വാഗ്വാദം നടത്തിയെന്നും അത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് വച്ചാണ് എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ശങ്കരാചാര്യർ എത്തിച്ചേർന്നു എന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരുവിലിരുന്ന് അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേട്ടു എന്നുമാണ് വിശ്വാസം. പിറ്റേന്ന് പുലർച്ചെ തലക്കാവേരിയിലേക്ക് പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെപ്പറ്റി അലങ്കാരൻ എന്ന പുലയുവാവ് വാഗ്വാദം നടത്തി. അലങ്കാരന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ശങ്കരാചാര്യർ സമദർശിയായി മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങിയെന്നുമാണ് ഐതിഹ്യം. പൊള്ളുന്ന തീയിൽ കിടക്കുമ്പോഴും പൊട്ടൻ പറയാറ് കുളിരണ്, വല്ലാതെ കുളിരണ് എന്നാണ്.